ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയോട് അയാൾ പറ്റിച്ചാണ് കാശും പോയി ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖമാസം വിശ്വസിച്ചിരുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷികമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാനൊരു ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസപ്പോസ്തലൻ പോലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ് ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചോണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയിൽ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. സുഖപ്പെടുത്തിയതാണ്. ആ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 12:14. അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റ് ആണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ. ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്.
നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനം എടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മളെ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായവനാണ് ബൈബിളിൽ എന്താണ്? ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. എവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Korinthos 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗുവ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത്? എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 Korinthos 12:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 Korinthos 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പേര് റിയ. ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് December 20, 2025 ഞങ്ങൾ പുത്തൻകുരിശ് വേലൂർ ഇടവക അംഗങ്ങളാണ്.
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി ഉണ്ടായി. അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈം അനാലിസിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു, പനിയാണെങ്കിൽ കുറയുന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പനി എന്ന് പറയുന്നത് 104 തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ 100 പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 104 അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു, ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നെഗറ്റീവാണ്. ഡെയിലി ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നെഗറ്റീവ്. ഞങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ ഒന്നുമില്ലാഞ്ഞിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ, ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ പോയിന്റ് എന്താണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പെറ്റ് സ്കാനിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തു, ഇതൊരു HLH എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല. ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല, അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇവർ ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകപ്പാടെ നമ്മുടെ ഒരു ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ലെവലുണ്ട്. അത് അവൻ്റെ ഗ്രാജുവലി 250 ലെവൽ വരേണ്ടത് അത് 3000 എബോ ആണ് ഇവന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് HLH എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോകാൻ റെഡിയായി. നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 മണി ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാനിവിടെ എത്തുന്നത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അതെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു, എന്താ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, ഡിസംബർ 7 അവൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺ ദ വേയിൽ അതായത് ഇവിടെ നിന്ന് വെല്ലൂർ വരെ 10 hours ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത്. ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ ഞാൻ ഓൺ ദ വേയിൽ ആലുവയിൽ നിന്ന് കയറി. എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു. പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി. ഇനി അല്ല, ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മൾ വെല്ലൂരിലേക്ക് എത്തി. വെല്ലൂരിൽ എത്തുന്നപ്പോൾ നമ്മൾ രാജഗിരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ്റെ ലെവല് ഓൾമോസ്റ്റ് 3000 എബോ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ രാജഗിരിയിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ ലെവൽ നേരെ 3000 ആയി. അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് HLH എന്ന്. കാരണം HLHൻ്റെ ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫെറിറ്റിൻ ലെവൽ നേരെ ഡബിൾ ആവും എന്നുള്ളത്.
അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ്, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നു, വെല്ലൂരിൽ വന്ന് ഇവിടെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തത്. കാരണം നമ്മളവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺ ദ വേയിൽ അവൾ ജോയിൻ ചെയ്തു. നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് 1500 ലൈക്ക് 1500 മാറുകയാണ് ചെയ്തത്. ഇവളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേന്, ഉപ്പ്, പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമല്ലാതെ വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ ഒന്നും തന്നില്ല. അപ്പോൾ ആ 10 hours ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം എൻ്റെ ഫ്രിട്ടിൻ ലെവൽ 1500 ആണ്. അപ്പോൾ വെല്ലൂരിൽ എന്ന് വെച്ചാൽ അവർ ഈ HLH എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു 2 hours ലൈക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ 2 hours ആണ്. 2 hours-നുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും 2 hours കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ 104 എൻ്റെ പനി വീണ്ടും വരും. പക്ഷേ വെല്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി, ലൈക്ക് 8 hours ആയി ആദ്യം. പിന്നെ അത് കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ December 7th കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി. അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേനും ഉപ്പൊക്കെ ഞാൻ എന്നോന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നായിരുന്നു, മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ, ഇവൻ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 ഇൻ്റർവ്യൂസ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും മെൻ്റലി എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ, എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. എല്ലാം കൊണ്ടും ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാറില്ല. ഞങ്ങൾ വളരെ അതായത് ഒരു 2 വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എണീറ്റ് പോവും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് സ്പാനാണ്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ഇത്രേ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും ചെയ്യും. പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ജീവിക്കുന്ന ഈശോയ്ക്കും മാതാവിനും സ്തുതി. എൻ്റെ പേര് ജോസി ആൻഡ്രൂസ്. ഞാൻ എറണാകുളത്ത് കോതാട് ഇടവകയിൽ നിന്നും വരുന്നു.
ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്ന് പോയിരുന്നു. ഇതെൻ്റെ ഭാര്യ ജാൻസി. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഇടത്തെ മുട്ടുകാലിൽ നീരും വേദനയും കാരണം ഒരു 3 വർഷത്തോളം ഞാൻ വളരെ വിഷമിച്ചു. പല കീ ഹോൾ സർജറിയൊക്കെ ചെയ്തിട്ടൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കാലിന് NETB ആണെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ശക്തമായ ആൻറ്റിബയോട്ടിക്കായിരുന്നു. അതൊരു കോഴ്സ് 6 മാസമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അത് 9 മാസത്തേക്ക് നീണ്ടു. ആ മരുന്നിൻ്റെ ശക്തി കാരണം, അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം എൻ്റെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോയി. ഒരു 5% കാണാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ എൻ്റെ കാൽമരവിപ്പ്. പിന്നെ അതിനേക്കാളും പ്രശ്നമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരു രാത്രി 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ടെൻഷൻ. രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് ചിന്തകൾ മാത്രമേ വരുള്ളൂ മനസ്സിലോട്ട്. എങ്ങനെ ജീവിക്കും ഇങ്ങനെ എപ്പോഴും ജീവിതകാലം മുഴുവൻ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു കണ്ണ് ശരിയായി കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ദിവസം എന്നോട് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണിനി ഒരിക്കലും ശരിയാവില്ല, ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ തകർന്നു. ഞാൻ കുറേ കരഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ജീവിക്കാൻ, സ്വയമായിട്ട് മരിക്കാൻ പോലും സ്വന്തമായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. പല വിധത്തിലും ചിന്തിച്ചു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നേരത്താണ് ഞാൻ മാതാവിനെ പറ്റി ഓർത്തതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാനും ഭാര്യയും എൻ്റെ മകനും കൂടിയാണ് വന്നത്. എൻ്റെ ഫോമിലൊക്കെ എഴുതാനായിട്ട് എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു. അപ്പോൾ ഭാര്യയാണ് അതെല്ലാം എഴുതിയൊക്കെ ചെയ്ത് ക്ലാസ് കഴിഞ്ഞ് മുമ്പിലത്തെ മാതാവിൻ്റെ സ്റ്റേജിൽ പോയി പ്രാർത്ഥിച്ച് എന്നോട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് തിരിയാണ് കിട്ടിയത്. അപ്പോൾ ആ ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് സിസ്റ്റർ എന്നോട് ചോദിച്ചു, എന്ത് സാധനം കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, സിസ്റ്റർ തന്നെ വായിച്ചോ, എനിക്ക് കണ്ണ് കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി. പക്ഷേ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഞാൻ നേരെ അവിടെ നിന്ന് ഉരുണ്ട് അടിച്ചടിച്ച് താഴത്തോട്ട് വിടും. പക്ഷേ പരിശുദ്ധ മാതാവ് അമ്മ എന്നെ കാത്തു. എനിക്ക് യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. അന്ന് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് അന്ന് സുഖമായിട്ട് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് ഞാനന്ന് അനുഭവിച്ചു. അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉറക്കത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ടെൻഷനും എല്ലാം അതോടെ മാറി. പിന്നീട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറേശ്ശെ ശരിയാകാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായി കിട്ടി. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് ഉള്ള കാഴ്ചശക്തിയായി. ഇത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ ഒരു വിധത്തിലും ഇത് ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് മാതാവിൻ്റെയും ഗുരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. പിന്നീടുള്ളത് ഉണ്ടായിരുന്നത് എൻ്റെ മകൻ്റെ ഒരു കാര്യമായിരുന്നു. മകന് ഒരു MBA കഴിഞ്ഞിട്ട് 3 കൊല്ലം ബ്രേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് താമസം വന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയത്തതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ കൊച്ചിയിൽ തന്നെ നല്ലൊരു ജോലി കിട്ടി. അവന് ഈ അടുത്ത ദിവസം അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ഞാൻ ആദ്യം വിചാരിച്ച് 2024 കഴിഞ്ഞ് 25 ഞാൻ കാണില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവം എന്നെ വളരെ അനുഗ്രഹിച്ചു, വീണ്ടും ഉയർത്തി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കുടുംബവും വളരെ നന്ദി പറയുന്നു. പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ രോഗികൾക്കും പിന്നെ പാവപ്പെട്ടവർക്കൊക്കെയുള്ള പൈസയും സഹായവും ധനസഹായവും ഇവിടുത്തെ ഉടമ്പടി എടുത്ത് വേറെ 2 പേരും കൂടിയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാവപ്പെട്ട വഴി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ ആഴ്ചയിലും രോഗികളെ സന്ദർശിക്കും. ഈ പൈസ കൊടുക്കാനൊക്കെ പോകുമ്പോഴേക്കും ഞാനൊരു വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി പ്രവർത്തനം ഉള്ളതുകൊണ്ട്
എപ്പോഴും എല്ലാ ആഴ്ചകളിലും ഈ രോഗികളെ കാണലും പൈസ കൊടുക്കാൻ പോകലും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഇതും നടക്കും. എല്ലാം നമ്മൾ മാനസികമായിട്ടൊരു ഇങ്ങനെ ആൾക്കാരെ സഹായിക്കാനായിട്ടൊന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടും. അത് പണ്ട് തുടങ്ങി തന്നെ നേരത്തെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുമ്പസാരിച്ച് കുർബാനയ്ക്കുള്ളും, എല്ലാ ദിവസവും കുർബാനയ്ക്കുള്ളും. പിന്നെ ഉള്ളത് വീട്ടിൽ പ്രാർത്ഥന, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലൊക്കെ ചെല്ലാറുണ്ട്. അത് നേരത്തെ അല്ലാണെങ്കിൽ പോലും, പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. കുർബാന സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകളും വളരെ വളരെ ടൈം വെച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.